കരങ്ങൾ ഉയർത്തി ദൈവത്തെ ശ്രമിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നിങ്ങളോടൊപ്പം വായിപ്പാൻ എളിയവനായ എനിക്കും ദൈവത്തിൻ്റെ അവസരത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഞാൻ ബഹുമാനിക്കുന്നത് സ്നേഹിക്കുന്നു. ഡോക്ടർ ജോൺസൺ, ഡാനിയൽ, അവരുടെ പുറത്ത് മറ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവാസന്മാരും മിക്കവരും ഞാനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പരിചയമുള്ളവരാണ്. പാടുവാൻ എനിക്ക് അവസരം തന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞെല്ലാം നല്ല വാക്കുകൾക്കായി ശ്രദ്ധിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരെക്കാൾ ഏറ്റവും ചെറിയവനായ ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്നും പുകഴാനില്ല, യേശുവിലല്ലാതെ ഒന്നും പുകഴുവാനില്ലാത്ത ഹല്ലേലൂയ, യേശുവിൻ്റെ കൃപയാൽ, യേശുവിൻ്റെ സ്നേഹത്താൽ ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ നിൽപ്പാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിട്ട് യേശുവിന് എന്നെ സ്നേഹിച്ചിട്ട് അവനൊരു കൃപ തോന്നിയത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പാട്ട് പാടുവാനായിട്ട് പോവുകയാണ്. എല്ലാം തകർന്ന് തരിപ്പണമൊക്കെയായി ആത്മഹത്യക്ക് വേണ്ടി 1 വർഷം മുമ്പ് കൊതിച്ച് തകർന്നു, എല്ലാ നിലയും തകർന്ന് ദാരിദ്ര്യവും പട്ടിണികളും നിന്ദകളും ഒക്കെ ആരും സ്നേഹിക്കാനില്ല, തകർന്ന് കിടന്ന് തന്നെ എൻ്റെ അടുക്കിലേക്ക് ഒരിക്കൽ യേശു അറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പോഴാനത്തൊന്നുമില്ല. എൻ്റെ ബാല്യത്തിൽ ഞാൻ ജനിച്ചു വന്ന 5 മക്കളുടെ ഏറ്റവും ഇളയവനായിരുന്നു ഞാൻ. എൻ്റെ മൂത്ത സിസ്റ്റർ ബാല്യത്തിൽ മരിച്ചുപോയി. അടുത്ത എൻ്റെ മൂത്ത ബ്രദർ ബാല്യത്തിൽ തന്നെ മരിച്ചുപോയി. എൻ്റെ മമ്മി എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. എൻ്റെ മമ്മി 13 വർഷം മുമ്പ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിട്ടുപോയി. എൻ്റെ പപ്പ വരുന്നു 3-4 വർഷം മുമ്പ് എന്നെ വിട്ട് കടന്നുപോയി. ഞാൻ വിചാരിച്ചു ഞാനൊരു അനാഥനാണ്, എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ആരെയുമില്ല. ഇങ്ങനെ എൻ്റെ റൂമുകളിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹം എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. അവൻ എന്നോട് പറഞ്ഞു, നിൻ്റെ മമ്മിയേക്കാൾ പപ്പയേക്കാൾ നിൻ്റെ കൂടെ ഇരിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് വരെ യേശുവിൻ്റെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഒരു കണ്ണിനും ദയ തോന്നാതെ തകർന്നിരുന്നെന്നെ ആരുമില്ലെന്ന് അനാഥനെന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു. എൻ്റെ അടുക്കലേക്ക് യേശു വന്നപ്പോൾ എൻ്റെ ജീവിതമാകെ മാറി. അവൻ എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ തന്നു, സന്തോഷം തന്നു. ഞാൻ അങ്ങനെ എഴുതിയൊരു ശ്രേഷ്ഠമായ ഒരു ഗാനം, നിത്യസ്നേഹത്താണ് ഒരു പാട്ടുണ്ട്, ഞാൻ പിന്നീട് പാടും. എന്നാൽ ഇപ്പോൾ ഞാൻ 2007 മാർച്ച് 11 ഞാൻ എൻ്റെ ചർച്ചിലെ ഒരു വിശ്വാസി ഇവിടെ ജിനോയ് തോമസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ചർച്ചിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ 2007 മാർച്ച് 11 ഞാൻ ചർച്ചിലിരിക്കുമ്പോൾ ഞാൻ ആരാധന തുടങ്ങുന്നതിന് ഗിറ്റാറുമായി ഞാനിങ്ങനെ വായിച്ച അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ഫിലിമിൽ കാണുന്ന പോലെ സുവിശേഷ ഭാഗങ്ങൾ പിക്ചർ എൻ്റെ മനസ്സിലേക്ക് ഓടി വരാൻ തുടങ്ങി. യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ കണ്ടാൽ ഒരാളെല്ലാം തോന്നുമാറ്, അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. ഈ ഭാഗങ്ങളൊക്കെ വായിച്ച്, സുവിശേഷ ഭാഗങ്ങൾ, ക്രൂശീകരണ ഭാഗങ്ങൾ വായിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, എന്ത് കിട്ടുമെന്നല്ല, പകരം എന്ത് നൽകും. യേശുവെ, അവിടുത്തെ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് നൽകും? എന്ത് നൽകിയാലും പകരം ആകത്തില്ല. പക്ഷെ എൻ്റെ ഹൃദയം പൂർണ്ണമായി നൽകുന്നു. ദേശത്തേക്ക് ഞാൻ പോകും സുവിശേഷവുമായി. ഇത് കരഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പാടി, പകരം എന്ത് നൽകും. തുടർന്ന് ചർച്ചകാർ മുഴുവൻ ഏറ്റുപാടാൻ തുടങ്ങി. അവരാരും അറിഞ്ഞില്ലത് ഇപ്പോൾ എഴുതിയ പുതിയ ഗാനമാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, വരികൾ എഴുതി വെക്കാൻ പറഞ്ഞു. എഴുതി ഞങ്ങൾ ഒത്തിരി മണിക്കൂർ ഞങ്ങൾ ഈ പാട്ട് ഒത്തിരി നേരം ഞങ്ങളിത് പാടി അന്ന് കടുന്നേരിൽ ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. കർത്താവ് തന്നൊരു ഗാനമായി. എനിക്കിനകത്ത് ഒളിവില്ല. വായിലൂടെ ട്യൂണും വരിയും ഇങ്ങനെ തരുകയായിരുന്നു, പാടുകയായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. യേശുവിൻ്റെ ക്രൂശെന്ന് ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ കരഞ്ഞു പോകും. യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ കൃപയെ പറ്റി പറയുമ്പോൾ എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ പകരം ഹൃദയം പൂർണ്ണ പകരം ഹൃദയം ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ മഹത്യാഗത്തെ. പകരം എന്തു ഹൃദയം പകരം
സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത് അത്ഭുതമായി പൂർണ്ണതയും സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത് അത്ഭുതമായി പൂർണ്ണതയും പകരം കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി എന്നാലോ പ്രാർത്ഥന പകരം മൊഴിയിൽ കേട്ടു സത്യത്തെ വിടുതൽ നൽകും വചനത്തെ പകരം ദേശം സുവിശേഷവുമാ പകരം ശരീരം Oh
Stands in the presence of the Lord. അനുഭവകാലത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കാലഘട്ടത്തിൽ ഈ നാടുകളിൽ ചില വർഷങ്ങളായി ഗൾഫിലും അമേരിക്കയിലും ഇന്ത്യയിലുള്ളതായ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ വർഷിപ്പ് സോങ് ഞങ്ങൾക്ക് അമേരിക്കയിൽ അനേക വർഷങ്ങളായി പല സഭകളില് പല ക്രൂസൈഡുകളില് പാടുവാൻ ദൈവത്തെ ആരാധനയായിട്ടുണ്ട്. എനിക്ക് കാണുവാനുള്ള വലിയ താല്പര്യം കൊണ്ടാണ് ദാസനെ ഇന്ന് വരുന്നത്. അദ്ദേഹം എറണാകുളത്ത് സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് നടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു വരുന്നതാണ്. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ലഭിച്ച മനോഹരമായ സന്ദർഭത്തിനായി